കോക്രോച്ച് ജനതാ പാർട്ടി സ്ഥാപകൻ അഭിജിത്ത് ദീപ്കെ ഡൽഹിയിലെത്തി. ജന്തർ മന്ദിറിലെ പ്രതിഷേധത്തിന് ഡൽഹി പോലീസ് അനുമതി നൽകിയെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നാണ് CJP ആഹ്വാനം ചെയ്ത ആദ്യ പരസ്യ പ്രതിഷേധം. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടാണ് CJP രംഗത്തേക്ക് ഇറങ്ങുന്നത്. ഡൽഹിയിൽ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. VR കാർത്തിക് ചേരുന്നു. കാർത്തിക്, എയർപോർട്ടിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ്. ഇപ്പോഴും ഈ ദീപ്കെ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നു. എന്താണ് ഇത്ര കാല താമസം? എന്താണ് അതിനുള്ളിൽ നടക്കുന്നത് എയർപോർട്ടിൽ? അഭിജിത്ത്, കോക്രോച്ച് പാർട്ടി സ്ഥാപകൻ അഭിജിത്ത് ദീപ്കെ ഡൽഹിയിൽ എത്തിയിരിക്കുന്നു. 7:41 ഡൽഹി വിമാനത്താവളത്തിൽ അഭിജിത്ത് ഇറങ്ങിയത്. ബോസ്റ്റണിൽ നിന്നാണ് അഭിജിത്ത് ഡൽഹിയിലെത്തിയത്. ഇന്ന് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ പരസ്യ പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിരുന്നു. പാർട്ടിയുടെ ആദ്യ പരസ്യ പ്രതിഷേധത്തിനാണ് ഇന്ന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. ഡൽഹി വിമാനത്താവളത്തിൽ നിന്ന് അല്പസമയത്തിനകം തന്നെ അഭിജിത്ത് ദീപ്കെ പുറത്തേക്കിറങ്ങും. 7:41 വിമാനമിറങ്ങിയ ശേഷം ദില്ലിയിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ വിമാനത്താവളത്തിലെത്തി അഭിജിത്തുമായി ചർച്ച നടത്തി എന്നാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ. ഈ പ്രതിഷേധത്തെക്കുറിച്ച് ചോദിച്ചറിഞ്ഞു, അഭിജിത്തിന്റെ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. അങ്ങനെ മുഴുവൻ വിവരങ്ങളും ശേഖരിച്ച ശേഷമാണ് ഇത്തരത്തിൽ ജന്തർ മന്ദറിൽ പ്രതിഷേധത്തിന് അനുമതി നൽകിയത് എന്നാണ് പുറത്തുവരുന്ന വിവരം. എന്തായാലും കൃത്യമായ രേഖകളെല്ലാം തന്നെ അഭിജിത്തും കൈമാറിയതായാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. കോക്രോച്ച് ജനതാ പാർട്ടി അവരുടെ എക്സിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ വിമാനത്താവളത്തിലെത്തി അഭിജിത്തുമായി ചർച്ച നടത്തിയെന്ന കാര്യം സ്ഥിരീകരിക്കുന്നു. നേരത്തെ ലഭ്യമായിരുന്ന റിപ്പോർട്ടുകൾ ഇങ്ങനെയായിരുന്നു: പാർലമെന്റ് സ്ട്രീറ്റിലെ പോലീസ് സ്റ്റേഷനിൽ അഭിജിത്ത് എത്തും. അവിടെ എത്തി ജന്തർ മന്ദറിൽ പ്രതിഷേധത്തിനുള്ള അനുമതി ചോദിക്കും. അതിനുശേഷം അനുമതി ലഭിച്ചാൽ പ്രതിഷേധം. ഇതായിരുന്നു നേരത്തെ പുറത്തു വന്നിരുന്ന റിപ്പോർട്ടുകൾ. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഡൽഹി പോലീസ് വളരെ സമാധാനപരമായും അതോടൊപ്പം തന്നെ അഭിജിത്തുമായും കൃത്യമായി ചർച്ചകൾ നടത്തുന്നു. ആ ചർച്ചകളിൽ അഭിജിത്ത് സമാധാനപരമായി പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് അറിയിക്കുന്നു. അഭിജിത്തിന്റെ യാത്രാരേഖകളടക്കം പോലീസിനെ കാണിച്ച് ബോധ്യപ്പെടുത്തുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ അനുമതി നൽകിയിരിക്കുന്നത് എന്നാണ് പുറത്തുവരുന്ന വിവരം. അല്പസമയത്തിനകം തന്നെ ഡൽഹി വിമാനത്താവളത്തിന്റെ ടെർമിനൽ 6 നിന്ന് അഭിജിത്ത് ദീപ്കെ പുറത്തേക്ക് വരും. ജന്തർ മന്ദറിൽ ഇന്ന് വലിയ തോതിലുള്ള പ്രതിഷേധം ഉയരും എന്നാണ് കോക്രോച്ച് ജനതാ പാർട്ടി അവകാശപ്പെടുന്നത്. രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരോട് ഇന്ന് ജന്തർ മന്ദറിൽ പ്രതിഷേധത്തിനായി എത്താൻ ആഹ്വാനം ചെയ്തിരുന്നു. ഇത് കണക്കിലെടുത്ത് രാജ്യ തലസ്ഥാനമായ ഡൽഹി അതീവ സുരക്ഷയിലുമാണ്. 1000-ഓളം പോലീസുകാരും ഡൽഹി പോലീസിൻ്റെ 1000-ഓളം ഉദ്യോഗസ്ഥരെ മാത്രം അവിടെ സുരക്ഷയ്ക്ക് വിന്യസിച്ചിട്ടുണ്ട്. മാത്രമല്ല, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, വിമാനത്താവളത്തിലടക്കം കേന്ദ്രസേനയെയും അടക്കം ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്താനും എത്തിയിട്ടുണ്ട്. മാത്രമല്ല, പതിവിൽ കൂടുതലായി ബാരിക്കേഡുകൾ അടക്കം സ്ഥാപിച്ച് ഏത് സാഹചര്യവും നേരിടാനുള്ള സർവ്വസന്നാഹങ്ങളുമായാണ് ഡൽഹി പോലീസും ഒപ്പം കേന്ദ്രസേനയും ഡൽഹി വിമാനത്താവളത്തിൽ ഉള്ളത്. പ്രതിഷേധത്തിന് അനുമതി ലഭിച്ച സാഹചര്യത്തിൽ വരും മണിക്കൂറുകൾ നിർണായകമാണ്. 9 മണിക്കാണ് ഈ പ്രതിഷേധം ആരംഭിക്കും എന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ അഭിജിത്ത് ഇതുവരെ വിമാനത്താവളത്തിന് പുറത്തേക്ക് വന്നിട്ടില്ല. ഇവിടെ നിന്ന് അഭിജിത്ത് നേരെ ജന്തർ മന്ദറിലേക്കാകും പോവുക. അവിടെ ഇതിനോടകം തന്നെ പാർട്ടിയുടെ വക്താക്കളായി കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് സംസാരിച്ചവരും ഒപ്പം കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ടീഷർട്ടും തൊപ്പിയുമൊക്കെ അണിഞ്ഞ നിരവധി പ്രവർത്തകർ എത്തിയിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ കാലയളവിൽ നമ്മൾ പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾ ജന്തർ മന്ദറിൽ കണ്ടിട്ടുണ്ട്. AAPയുടെ അടക്കം പ്രതിഷേധങ്ങൾ, അന്ന് അണ്ണാ ഹസാരെയുടെ അടക്കം പ്രതിഷേധങ്ങൾ. ആ തോതിലുള്ള ജനപങ്കാളിത്തം ഒന്നും തന്നെ ആദ്യ മണിക്കൂറുകളിൽ കാണുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. എന്തായാലും ജൻസി ഒരുപാട് യുവാക്കൾ ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കാനായി എത്തിയിട്ടുണ്ട്. നേരത്തെ തെലങ്കാനയിൽ നിന്ന് വന്ന പ്രവർത്തകരുടെ അടക്കം പ്രതികരണങ്ങൾ ദേശീയ മാധ്യമങ്ങളിൽ വന്നിരുന്നു, ഏജൻസികൾ പുറത്തുവിട്ടിരുന്നു. അത്തരത്തിൽ വലിയ തോതിലുള്ള ജനപിന്തുണ ഇതിന് ലഭിക്കും എന്ന് കോക്രോച്ച് ജനതാ പാർട്ടി പ്രതീക്ഷിക്കുന്നു. എന്തായാലും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഈ സമാധാനപരമായി ഈ പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോകാൻ CJP പല നിർദ്ദേശങ്ങളും ഇതിന് മുമ്പ് തന്നെ മുന്നോട്ട് വെച്ചിരുന്നു. കഴിഞ്ഞ ദിവസം പാർട്ടിയുടെ വക്താക്കൾ ഇത് സംബന്ധിച്ച വാർത്താ സമ്മേളനം നടത്തി. അതായത്, പാർട്ടി ഭേദമന്യേ ആർക്കും ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കാം. പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നവർ ഡൽഹി പോലീസ് ഉദ്യോഗസ്ഥരോടും അതോടൊപ്പം തന്നെ മറ്റ് സേനാംഗങ്ങളോടും സൗഹാർദ്ദപരമായി പെരുമാറണം. ഒപ്പം ഈ പ്രതിഷേധത്തിന് എത്തുന്നവർ അവർ കയ്യിലൊരു പുസ്തകവും ദേശീയ പതാകയും കൊണ്ടുവരണം എന്നാണ് ആഹ്വാനം ചെയ്തിരുന്നത്. അതായത്, വിദ്യാഭ്യാസം എല്ലാവർക്കുമുള്ള അവകാശമാണ്, എല്ലാവർക്കും തുല്യ അവസരം രാജ്യത്തുണ്ടാകണം. ഈ ഒരു സന്ദേശം നൽകുന്നതിനാണ് ഇത്തരത്തിൽ കയ്യിൽ ഒരു ദേശീയ പതാകയും ഒപ്പം പുസ്തകവും കൊണ്ടുവരണം എന്നൊരു ആഹ്വാനം അഭിജിത്ത് ദീപ്കെയുടെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഔദ്യോഗിക സന്ദേശമായി തന്നെ നേരത്തെ നൽകിയിരുന്നത്. എന്തായാലും നീറ്റ്, CUET, CBSE പരീക്ഷകൾ ഒപ്പം SSC പരീക്ഷകൾ അങ്ങനെ വിവിധ പരീക്ഷകളിൽ ഉണ്ടായ ക്രമക്കേടുകൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ പരീക്ഷ
പരീക്ഷകളിൽ എഴുതിയ നിരവധി വിദ്യാർത്ഥികൾ രാജ്യത്ത് ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യമുണ്ടായി. അതിലൊക്കെയുള്ള കടുത്ത പ്രതിഷേധമാണ് ആദ്യഘട്ടത്തിൽ കോക്രോച്ച് ജനതാ പാർട്ടി രേഖപ്പെടുത്തുന്നത്. എന്തായാലും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അഭിജിത്ത് ബോസ്റ്റണിൽ നിന്ന് ഇന്ത്യയിലെത്തിയിരിക്കുന്നു. നേരത്തെ AAPയുടെ അടക്കം പ്രതിഷേധ ഘട്ടങ്ങളിൽ പാർട്ടി രൂപീകരണ ഘട്ടങ്ങളിലൊക്കെ തന്നെ വോളണ്ടിയറായി പ്രവർത്തിച്ച ആളാണ് അഭിജിത്ത് DK. ഒപ്പം ബോസ്റ്റണിൽ നിലവിൽ പബ്ലിക് റിലേഷൻസിൽ ബിരുദാനന്തര ബിരുദം നേടിയ ആൾ കൂടിയാണ് അഭിജിത്ത് DK. എന്തായാലും ഈ 30കാരൻ്റെ നേതൃത്വത്തിലുള്ള പ്രതിഷേധം അത് വരും മണിക്കൂറുകളിൽ രാജ്യത്ത് എത്രത്തോളം അതിനൊരു പങ്കാളിത്തമുണ്ട് എന്ന് ഏവരും ഉറ്റുനോക്കുന്നു. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നു ഡൽഹിയിലെ വിമാനത്താവളത്തിൽ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സ്ഥാപകൻ അഭിജിത്ത് DK എത്തിയിരിക്കുന്നു. അദ്ദേഹത്തെ ഡൽഹി പോലീസ് വിമാനത്താവളത്തിലെത്തി അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു, ചർച്ചകൾ നടത്തിയിരിക്കുന്നു. ആദ്യമായാണ് വലിയൊരു ഇടവേളയ്ക്ക് ശേഷം ബോസ്റ്റണിൽ നിന്ന് അഭിജിത്ത് ഇന്ത്യയിലെത്തുന്നത്. ഈ ആക്ഷേപഹാസ്യ കൂട്ടായ്മയായി ഇത് രൂപപ്പെടുകയും പിന്നീട് അതൊരു വലിയ സമൂഹ മാധ്യമത്തിലടക്കം വലിയൊരു തരംഗമായി മാറുകയും ചെയ്തതായിരുന്നു സാഹചര്യം. അങ്ങനെ വളരെ കുറച്ച് ദിനങ്ങൾ കൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ ചെറുപ്പക്കാർക്കിടയിലും അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പാർട്ടിയായി കോക്രോച്ച് ജനതാ പാർട്ടി മാറുന്നതാണ് നമ്മൾ കണ്ടത്. ഇൻസ്റ്റാഗ്രാമിൽ അവരെ ഫോളോ ചെയ്യുന്നവരുടെ എണ്ണം ദിവസങ്ങൾ കൊണ്ട് 22.4 മില്യൺ കടന്നു. അതായത് രാജ്യത്തെ പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികളേക്കാൾ കൂടുതൽ പ്രവർത്തകർ അവരുടെ സമൂഹ മാധ്യമങ്ങളിൽ അവർക്ക് പിന്തുണയുമായി രംഗത്തെത്തി. കറുത്ത ജാക്കറ്റും വെള്ള ടീഷർട്ടും ലോഗോയുള്ള തൊപ്പിയുമൊക്കെയായി നമുക്ക് ഈ അഭിജിത്തിനെ ദൃശ്യങ്ങളിൽ കാണാം. അല്പസമയത്തിനകം തന്നെ അഭിജിത്ത് പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്യും. എന്തായാലും ഈ ഒരു പാർട്ടി രൂപീകരണത്തിലേക്ക് നയിച്ച കാരണങ്ങളൊക്കെ നമുക്കറിയാം. തൊഴിലില്ലാത്ത ചെറുപ്പക്കാരെ പാർട്ടികളോട് ഉപമിച്ച ഒരു വിമർശനം, അതാണ് CJPയുടെ തുടക്കം. പല ഘട്ടത്തിലും തൊഴിലെടുക്കാത്തവർ, അലസന്മാർ, ഇന്റർനെറ്റ് ലോകത്ത് ജീവിക്കുന്ന പാർട്ടികൾ, അങ്ങനെ പല വിമർശനങ്ങൾ ഒരു ജസ്റ്റിസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അത് വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾക്ക് വഴിവെക്കുന്നു. അതൊരു പാർട്ടിയായി പിന്നീട് രൂപാന്തരം പ്രാപിക്കുന്നു. അങ്ങനെ പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഉള്ള കാഴ്ചകളാണ് CJPയുടെ കാര്യത്തിൽ നമ്മൾ കണ്ടത്. എന്തായാലും ചുരുങ്ങിയ കാലയളവ് കൊണ്ട് വലിയൊരു കൊടുങ്കാറ്റായി മാറിയ ഒരു കൂട്ടായ്മ, ആ കൂട്ടായ്മയുടെ ആദ്യ പരസ്യ പ്രതിഷേധമാണെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഈ പരസ്യ പ്രതിഷേധത്വം. ആ പ്രതിഷേധത്തിൽ എത്രത്തോളം ജൻസിയുടെ പങ്കാളിത്തമുണ്ടാകും നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. അത് ജന്തർ മന്ദറാണ്. അതിനു മുന്നിൽ ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇതിനോടകം തന്നെ ഒരുക്കിയിട്ടുണ്ട്. കേന്ദ്രസേന, ഡൽഹി പോലീസ്, ഒപ്പം ഇന്റലിജൻസ് വിഭാഗങ്ങളടക്കം സജീവ നിരീക്ഷണത്തിലാണ് ഇപ്പോൾ രാജ്യതലസ്ഥാനമായ ഡൽഹി. കാരണം ഇതിനു മുൻപും വർഷങ്ങൾക്ക് മുൻപ് സമാനമായ പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടിരുന്നു. ആ പ്രതിഷേധങ്ങൾ ഒരു പാർട്ടിയായി രൂപാന്തരം പ്രാപിക്കുകയും പിന്നീട് ആ പാർട്ടി ഡൽഹിയിൽ അധികാരത്തിൽ വരുന്ന സാഹചര്യം വരെ ഉണ്ടായ ഒരു ചരിത്രമുണ്ട് നമുക്ക്. അത്തരത്തിൽ ഉള്ള ഒരു പാർട്ടിയായി കോക്രോച്ച് ജനതാ പാർട്ടിക്ക് മാറാൻ കഴിയുമോ, എത്രത്തോളം പങ്കാളിത്തമുണ്ടാകും എന്നതൊക്കെ ഉറ്റുനോക്കുന്നു. എന്തായാലും ആദ്യ മണിക്കൂറുകളിൽ ഡൽഹിയിൽ നിന്ന് പുറത്തു വരുന്ന വിവരങ്ങളനുസരിച്ച് പ്രതീക്ഷിച്ച തോതിലുള്ളൊരു പങ്കാളിത്തം അത് ഇല്ല എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. എന്തായാലും രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് യുവാക്കൾ ഈ കൂട്ടായ്മയ്ക്ക് പിന്തുണയുമായി അവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ദേശീയ പതാകയുമായി, കയ്യിൽ പുസ്തകവുമായി, അതായത് ഈ കോക്രോച്ച് ജനതാ പാർട്ടി നൽകിയ നിർദ്ദേശാനുസരണം അവിടെ എത്തിയ നിരവധി പേരെ കാണാം. എന്തായാലും വരും മണിക്കൂറിൽ മാത്രമേ എത്രത്തോളം പങ്കാളിത്തമുണ്ട് എന്ന് വ്യക്തമാക്കാൻ കഴിയുകയുള്ളൂ. എന്തായാലും എൽദോ, നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നതിൽ ജാക്കറ്റ് ധരിച്ച, വെള്ള ടീഷർട്ട് ധരിച്ച, തലയിൽ തൊപ്പി വെച്ച ആളാണ് അഭിജിത്ത് DK.